ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 33ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ആണ്ടുവട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. അതിനുശേഷമുള്ള ഞായറാഴ്ച ആഗമനകാലത്തിലെ 1ാമത്തെ ഞായറാഴ്ച. ആഗമനകാലത്തിലെ 1ാമത്തെ ഞായറാഴ്ചയോടെ നമ്മൾ ഒരു പുതിയ ആരാധനാ വർഷം ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഞായറാഴ്ച, ഈ ഞായറാഴ്ചയും അടുത്ത ഞായറാഴ്ചയും നമ്മുടെ ആരാധനാ വർഷത്തിലെ അവസാനത്തെ 2 ഞായറാഴ്ചകളാണ്. ആരാധനാ വർഷത്തിലെ ഈ അവസാനത്തെ ഞായറാഴ്ചകളിലൊന്നിൽ മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോയുടെ ഒലിവ് മലയിൽ വെച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. അതിന് വളരെയധികം പ്രാധാന്യമുള്ള സന്ദേശങ്ങളാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുക. അതിനുശേഷം ഈശോയുടെ പീഠാനുഭവ വിവരണത്തിൻ്റെ ചരിത്രം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ പീഠാനുഭവ വിവരണം മർക്കോസ് ആരംഭിക്കുന്നതിന് മുൻപ് അവസാനമായി ഈശോ പറയുന്ന ഒറ്റ ഒരു വാക്യമുണ്ട്: ജാഗരൂകരായിരിക്കുക. ഈ ജാഗരൂകരായിരിക്കുക എന്ന സന്ദേശമാണ് മർക്കോസിൻ്റെ സുവിശേഷം 13ാം അധ്യായം മുഴുവനും നിഴലിച്ച് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഞായറാഴ്ചയിൽ വായിച്ചു കേൾക്കുന്ന സുവിശേഷവും അത് തന്നെയാണ് പറയുക: ജാഗരൂകരായിരിക്കുക. എന്തുകൊണ്ടാണ് ജാഗരൂകരായിരിക്കേണ്ടത്? ഈശോ പറയുന്നു, എന്താണ് വരുന്ന നാളുകളിൽ സംഭവിക്കുവാൻ പോകുന്നത്. അവസാന നാളുകളിൽ, ലോകത്തിൻ്റെ അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈശോയുടെ ഒരു എസ്കത്തോളജിക്കൽ ഡിസ്കോഴ്സ്, അതാണ് ഒലിവ് മലയിലെ സന്ദേശം അല്ലെങ്കിൽ ഒലിവ് മലയിലെ പ്രസംഗം എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അറിയപ്പെടുക. അപ്പോൾ അവിടെ മുഴുവനും വളരെ വലിയ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളുടെ ആഗമനത്തെക്കുറിച്ചും പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചും പിന്നീട് ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നതിനെക്കുറിച്ചും ആകാശവും ഭൂമിയും കടന്നു പോകുമെന്നും അവസാനം വാനമേഘങ്ങളിൽ മനുഷ്യപുത്രൻ മഹത്വത്തോടെ രണ്ടാമതും ആഗതനാകും എന്നും അങ്ങനെയുള്ള അവസാന നാളുകളിലെ സംഭവങ്ങളുടെ വിവരണമാണ് ഈശോ ഇവിടെ നൽകുക. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. ഈ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം യേശുവിൻ്റെ പറൂസിയയെക്കുറിച്ചുള്ള അവിടുത്തെ വിവരണമാണ്. എന്താണ് പറൂസിയ? പറൂസിയ എന്ന ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം, അത് ലത്തീനിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അഡ്വെൻതൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഡ്വെൻതൂസ് എന്ന ലത്തീൻ വാക്കിൻ്റെ അർത്ഥം ആഗമനം എന്നാണ്. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ അഡ്വെൻറ്റ് എന്ന പദം വരുന്നത് അഡ്വെൻതൂസ് എന്നുള്ള ലത്തീൻ വാക്കിൽ നിന്നാണ്, ആഗമനം. അപ്പോൾ കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ച്, എപ്പോഴുള്ള സമയത്തിൻ്റെ പൂർണ്ണതയിൽ, കാലത്തിൻ്റെ അവസാനം മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ മാലാഖമാരുടെ അകമ്പടിയോടെ വീണ്ടും ആഗതനാകും. ആ ആഗതനാകുന്നതാണ് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ്. അതാണ് പറൂസിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2ാമത്തെ വരവിന് മുൻപായി ശിഷ്യന്മാർക്ക് നൽകുന്ന മുന്നറിയിപ്പ്, ഒരു വാർണിംഗ് ആണ് ഈ സുവിശേഷം. എന്താണ് ഈശോ നൽകുന്ന മുന്നറിയിപ്പുകൾ? ഒന്നാമത്തേത് ജാഗരൂകരായിരിക്കുക, രണ്ടാമത്തേത് പ്രാർത്ഥനാപൂർവമായിരിക്കുക. എന്തുകൊണ്ടാണ് ജാഗരൂകരായിരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥനാപൂർവമായിരിക്കേണ്ടത്? കാരണം ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ മണിക്കൂർ, ആ ദിവസം എപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് അത് തീർത്തും പിതാവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ പുത്രന് പോലും അവിടെ ഒരു തീരുമാനമില്ല. അത് കംപ്ലീറ്റായിട്ട്, പൂർണ്ണമായിട്ട് പുത്രൻ പിതാവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിതാവാണ് അത് തീരുമാനിക്കുക.
അപ്പോൾ അതുകൊണ്ടാണ് ജാഗരൂകരായിരിക്കേണ്ടത്. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. അതിനെക്കുറിച്ച് ഈശോ പിന്നീട് ഈ 13-ാം അധ്യായത്തിൽ തന്നെ ഈശോ വിവിധങ്ങളായിട്ടുള്ള ഉപമകൾ പറയുന്നുണ്ട്. യജമാനൻ യാത്ര പോയിട്ട് ആ യജമാനൻ്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ശിഷ്യന്മാർ, ദാസന്മാർ. അപ്പോൾ യജമാനൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാതെ, യജമാനൻ ഇപ്പോഴൊന്നും വരില്ല എന്ന് കരുതിക്കൊണ്ട് ഉറങ്ങുകയും മറ്റു ഭൃത്യന്മാരെയൊക്കെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ശിഷ്യന്മാർക്ക് അവർ നനച്ചിരിക്കാത്ത സമയത്ത് യജമാനൻ വരും. അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ, കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെയാണ് കർത്താവിൻ്റെ ഈ പറൂസിയ സംഭവിക്കുന്നത് എന്നാണ് ഈശോ പറയുക. ഈശോ സുവിശേഷത്തിൽ ഒരിടത്തും ലോകാവസാനത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് കൃത്യമായിട്ട് ഇന്ന സമയത്ത് സംഭവിക്കുമെന്ന് പറയുന്നില്ല. ഈശോ എപ്പോഴും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത്? ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഈ സുവിശേഷത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ദിവസേന ഏറ്റുചൊല്ലുന്നൊരു കാര്യമുണ്ട്. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും എന്നുള്ള ആ വിശ്വാസ പ്രമാണത്തിലെ വാക്യം. നമുക്കറിയാം, നമ്മുടെ മതബോധനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4: മരണം, വിധി, സ്വർഗം, നരകം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിധി. നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് 2 രീതിയിലുള്ള വിധികളുണ്ടാകും. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ വിധി, എ പെർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്, അവിടെ തനത് വിധി എന്ന് നമ്മൾ പറയും. അത് നമ്മുടെ ഓരോരുത്തരുടെയും മരണം സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും യേശുവിൻ്റെ മുൻപിൽ വിധിക്കപ്പെടുവാനായിട്ട് ഉടനെ തന്നെ വിധി നടക്കുകയും നമുക്ക് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച്, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ചെയ്യും. നമുക്കത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ നിന്നും കുരിശ് മരണ സമയത്ത് ഈശോ തൻ്റെ വലത് ഭാഗത്തുണ്ടായിരുന്ന നല്ല കള്ളനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. അതെല്ലാം നമ്മുടെ തനത് വിധിയെക്കുറിച്ചാണ് പറയുക. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് അവസാന വിധി, ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, ഫൈനൽ ജഡ്ജ്മെൻറ്റ്. അത് പൊതുവിധിയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈശോ രണ്ടാമത് എഴുന്നള്ളും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരെല്ലാവരും അവരുടെ ശരീരത്തോടുകൂടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഈശോയുടെ മുൻപിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരെല്ലാവരും ഈശോയുടെ മുൻപിൽ നിൽക്കുകയും അവിടുന്ന് വിധിയാളനായി അവരെ വിധിക്കുകയും ചെയ്യും, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ. എങ്ങനെയാണ് ഈശോ അതിനെക്കുറിച്ച് പറയുന്നത്? ഒരു ഇടയൻ കോലാടുകളെയും ചെമ്മരിയാടുകളെയും തൻ്റെ വലതുവശത്തും ഇടതുവശത്തുമായിട്ട് വേർതിരിക്കുന്നത് പോലെ ഈശോ ഈ ഉയർത്തെഴുന്നേൽക്കുന്ന ലോകത്തിൻ്റെ അവസാനത്തിൽ ഈശോ വിധി നടത്തും എന്നാണ് പറയുക. ഇന്ന് സുവിശേഷത്തിൽ പറയുന്നു, അവൻ ദൂതന്മാരെ അയക്കും, അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അവസാന വിധിക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗമനകാലം ആരംഭിക്കുവാൻ പോവുകയാണ്. അതോടൊപ്പം നമ്മൾ ആണ്ടുവട്ടം, നമ്മുടെ ആരാധനാ വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഈ ആരാധനാ വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തിരുസഭ നമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്, അവസാനത്തെ സമാപന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ. എന്താണ് അവസാനം? അവസാനം 4 കാര്യങ്ങളാണ്: മരണം, വിധി, സ്വർഗം, നരകം. ഞാൻ എവിടെയാണ്? മരണം നമുക്കെല്ലാവർക്കും ഉള്ള യാഥാർത്ഥ്യമാണ് മരണം. വിധിക്കപ്പെടുവാനായി നമ്മളെല്ലാവരും വിധിയാളൻ്റെ മുൻപിൽ നിൽക്കും. വിധിയുടെ പ്രതിഫലം എന്താണ്? ഒന്നുകിൽ നിത്യസൗഭാഗ്യം, ദ ബയാറ്റിഫിക് വിഷൻ, ഈശോയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് നിത്യമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് എറിയപ്പെടുക. വിശുദ്ധ ഗ്രന്ഥം
മുഴുവനും ഈ ഒരു സന്ദേശം അരക്കിട്ടുറപ്പിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്ന ഈ വിശ്വാസം നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാകാം. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ വെറുതെ ഏറ്റുചൊല്ലിയതുകൊണ്ട് കാര്യമില്ല, നമ്മളത് വിശ്വസിക്കുന്നവരാകാം. സ്വർഗവും നരകവും ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ മരണം എനിക്ക് എപ്രകാരം യാഥാർത്ഥ്യമാണോ അതുപോലെ തന്നെ ഞാൻ വിധിക്കപ്പെടും. ആ വിധിക്ക് ഒരു ഫലമുണ്ടാകും. ഒന്നുകിൽ ഞാൻ ദൈവത്തോടൊപ്പം, ഈശോയോടൊപ്പം, മാലാഖമാരോടൊപ്പം, വിശുദ്ധരോടൊപ്പം നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കും, അല്ലെങ്കിൽ ഞാൻ നരകാഗ്നിയിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ ക്രമപ്പെടുത്തുക, നന്മയെ സ്വീകരിക്കുകയും തിന്മയെ ഉപേക്ഷിക്കുകയും ചെയ്യുവാനുള്ള ആ ഒരു വിവേചന ബുദ്ധി നമുക്ക് ലഭിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ അവസാന നാളുകളിൽ ഞങ്ങളെ വിധിക്കുവാനായി വാനമേഘങ്ങളിൽ മഹത്വത്തോടെ അങ്ങ് ആഗതനാകുമ്പോൾ ഈശോയെ, അങ്ങേക്ക് പ്രിയങ്കരരായ അങ്ങയുടെ പ്രിയപ്പെട്ട അജഗണമായി അങ്ങയുടെ വലതുഭാഗത്ത് നിൽക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ മുഖം ദർശിച്ചുകൊണ്ട് നിത്യമായി ആനന്ദിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി മാറ്റുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ നന്മ ലക്ഷ്യമാക്കി ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.